ഭക്ഷണം പോലും നേരെ കഴിക്കാൻ ഞങ്ങൾക്ക് രാവിലെ ആവുന്നത് രാത്രിയാവുന്നത് ഞങ്ങൾ അറിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ കഞ്ഞിയൊക്കെ കൊണ്ടുപോകുന്നത്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം 3 കുട്ടികൾ നിരാഹാരം കിടക്കും. അവരവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ സഹജീവികളോട് കരുണ കാണിക്കുന്നവരല്ലേ, പോലീസുകാരാണെങ്കിലും അതെ. അതിൽ സങ്കടം ഞങ്ങൾക്ക് ഇവിടെ കാവലായി നിൽക്കുന്ന 2-3 വനിതാ പോലീസുകാരെ കാണുമ്പോഴാണ്. ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ എന്തായി തീരണം ഞങ്ങൾ ആഗ്രഹിച്ചോ അവരെ കാണുമ്പോൾ ആ കാക്കിക്കുള്ളിൽ ഞങ്ങളെ മുഖമാണ് കാണുന്നത്. ഇന്നലെ ഇവിടുന്ന് ഒരു കുട്ടി പറഞ്ഞു, എടി ഞാൻ യൂണിഫോം ഇട്ടാൽ അതുപോലെ ഉണ്ടാവില്ലേ കാണാൻ. അപ്പോൾ അവർ പറയുമ്പോൾ അവളെ മനസ്സിൽ ഇന്നും അവളെ കാക്കിക്കുള്ളിൽ നിന്നുള്ള ആ ഒരു രൂപം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. പലരും പറയും, ചിലർ പറയില്ല. ചിലപ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും. സെക്രട്ടേറിയറ്റ് പടിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ കണ്ണീർ ധാരാളം വീഴുന്ന ഒരു ഇടമാണ് എന്ന് പറയേണ്ടി വരും. അവകാശങ്ങൾക്കായി പൊരുതുന്ന സ്ത്രീകളുടെ ഒരു സമൂഹമാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ആശാസമരം 60 ദിവസത്തിലധികമായി കഴിഞ്ഞു. ഇവിടെ തൊട്ട് അടുത്തായി വേറെ കുറച്ച് കുട്ടികൾ, അഭ്യസ്ത വിദ്യരായ കുറച്ച് പെൺകുട്ടികൾ, കുറച്ച് സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി പൊരുതുകയാണ്. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണിവർ. നമ്മുടെ സംസ്ഥാനത്തിലെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. നമുക്ക് ഇവരോട് സംസാരിക്കാം. എന്തായി ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഞങ്ങളിപ്പം ഈ സമരത്തിൻ്റെ 10ാം ദിവസമാണ്. എനിക്ക് പനിയൊക്കെ വന്നിട്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങളെ ചർച്ചയ്ക്കും അങ്ങനെ ഒന്നിനും വിളിച്ചിട്ടില്ല. പഠിച്ച് മാർക്ക് മേടിച്ച് ഫിസിക്കലും പാസ്സായി, എന്നിട്ട് ഇവിടെ വന്ന് ഈ വെയിലും ഇതും കൊണ്ട് ഇന്ന് ഞങ്ങൾ ഭിക്ഷ വരെ എടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു ഭിക്ഷ എനിക്ക് എടുക്കേണ്ടി വരുന്നത്. അതും ഇതുപോലത്തെ തലസ്ഥാന നഗരിയിൽ വെയിൽ കൊണ്ട് കണ്ണിൽ നിന്ന് ചോരയാണ് വരുന്നത്. അപ്പം മനസ്സിലുള്ളത് ഞങ്ങൾ അച്ഛനമ്മമാരെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയത് ഞങ്ങൾ മനസ്സിലുള്ളത്. വെയിലോ മഴയോ കൊള്ളാതെ എൻ്റെ മക്കൾ, എൻ്റെ മോളെ അങ്ങനെ നന്നാവണം, അവരെന്തിനാണ് പഠിപ്പിക്കുന്നത്, അവർക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കണം, നല്ല ജോലി വേണം, നല്ല ഭാവി വേണം എന്ന് ആലോചിച്ച് ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളെ ഇന്നീ തെരുവ് കിടക്കുകയാണ്. ഈ പറയുന്ന നമ്മളെ ഗവൺമെൻറ്റില്ല, അവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരൊരിക്കൽ നമ്മളെ മനസ്സിലാക്കും. എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സ് അവർ മനസ്സിലാക്കും. ഞങ്ങൾ ഇത്ര കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ പലരും എത്തിയിട്ടില്ല. അതും പലരും ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളെ കൂടെയുള്ള കുട്ടികളില്ല എന്നുള്ളത്. വയ്യ, പലർക്കും വയ്യ. സമൂഹത്തിനോട് മറുപടി പറയാൻ വയ്യ, പരിഹാസ കഥാപാത്രമാകാൻ വയ്യ. ഞങ്ങൾക്കൊക്കെ എന്തോ ആരോ തന്ന മാനസികമായിപ്പെട്ട ധൈര്യം കൊണ്ടോ ജോലി നേടിയെടുക്കണം അവകാശപ്പെട്ടതാണ്. ഗവൺമെൻറ് ഞങ്ങളെ ഇനിയും പരിഗണിക്കും, അവരെ ഞങ്ങൾ കൈവിടില്ല. സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണ്, ഞങ്ങൾക്ക് വാക്ക് തന്നാണ്, വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നത് വാക്ക് തന്നത് കൊണ്ട് തന്നെ നമ്മളെ ഗവൺമെൻറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഭക്ഷണം പോലും നേരെ കഴിക്കാൻ ഞങ്ങൾക്ക് രാവിലെ ആവുന്നത് രാത്രിയാവുന്നത് ഞങ്ങൾ അറിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ കഞ്ഞിയൊക്കെ കൊണ്ടുപോകുന്നത്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം 3 കുട്ടികൾ നിരാഹാരം കിടക്കും. അവരവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ സഹജീവികളോട് കരുണ കാണിക്കുന്നവരല്ലേ, പോലീസുകാരാണെങ്കിലും അതെ. അപ്പോൾ അതിൽ സങ്കടം ഞങ്ങൾക്ക് ഇവിടെ കാവലായി നിൽക്കുന്ന 2-3 വനിതാ പോലീസുകാരെ കാണുമ്പോഴാണ്. ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ എന്തായി തീരണം ഞങ്ങൾ ആഗ്രഹിച്ചോ അവരെ കാണുമ്പോൾ ആ കാക്കിക്കുള്ളിൽ ഞങ്ങളെ മുഖമാണ് കാണുന്നത്. ഇന്നലെ ഇവിടുന്ന് ഒരു കുട്ടി പറഞ്ഞു, എടി ഞാൻ യൂണിഫോം ഇട്ടാൽ അതുപോലെ ഉണ്ടാവില്ലേ കാണാൻ. അവൾ മെലിഞ്ഞൊരു കുട്ടിയാണ്, എന്നെ പോലെ. അപ്പോൾ അവർ പറയുമ്പോൾ അവളെ മനസ്സിൽ ഇന്നും അവളെ കാക്കിക്കുള്ളിൽ നിന്നുള്ള ആ ഒരു രൂപം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. പലരും പറയും, ചിലർ പറയില്ല. ചിലപ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും. ചിലപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ആ ചിരിക്കുന്നതും എന്തോ ഒരു ഇതിന് ഫുൾ ടൈം എല്ലാവർക്കും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിൽ ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം പകർന്ന് ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇനിയും 5 ദിവസത്തിൽ ഇത്രയും മണിക്കൂറുകളുണ്ട്, അതിൽ എത്രയോ മിനിറ്റുകളുണ്ട്, എത്രയോ സെക്കൻഡുകളുണ്ട്. ഒരു 5-6 സെക്കൻഡിലെടുക്കുന്ന തീരുമാനം മതി ഞങ്ങളുടെ ജീവിതം നന്നാവും, നിറപ്പായിട്ടാവാൻ. ഇനി ഈ ജോലി മാത്രം എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നു, വേറെ ജോലിക്ക് ട്രൈ ചെയ്തുകൂടെ ചോദിക്കുന്ന ആൾക്കാരോട്. നമുക്ക് ജീവിതത്തിൽ ഒന്നിന് ഇഷ്ടപ്പെടുക, അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് എതിരായിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ പലതും വരും. വീട്ടുകാരായിട്ട് പ്രശ്നം കുട്ടികളുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. നാട്ടുകാരെ പരിഹാസങ്ങൾ, കൂട്ടുകാരെ നിങ്ങൾക്ക് പറ്റില്ല, അവർ തമാശയായി പറയുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ അത് ഏൽക്കും. പിന്നെ ഈ അങ്ങനെയുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി വെയിലും മഴയും കൊണ്ട് ഞാനൊന്നും ഇന്നേ വരെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങാത്ത ആളാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഞാനൊക്കെ രാവിലെയൊക്കെ ഗ്രൗണ്ടിൽ പോയി. എൻ്റെയൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ രാവിലെ 6:15 ട്യൂഷൻ, 8:30-9 മണി വരെ ട്യൂഷൻ. അത് കഴിഞ്ഞ് നമ്മൾ PSC ക്ലാസ്സിന് പോകുന്നു. 3:30 മുതൽ 6:30-7 മണി വരെ ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് വീട്ടിൽ 7:30 എത്തി. പച്ച വെള്ളം പോലും കുടിക്കാൻ സമയമില്ലാണ്ട് എൻ്റെ വീട്ടിലെ പൈപ്പിൻ്റെ അടുത്തൊരു ഒരു മഗ് അവിടെ വെച്ചിട്ടാണ് എനിക്ക് വന്ന പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അത് ഫുഡ് കഴിക്കാൻ ഞാൻ പോകില്ല, കാരണം നമ്മളെക്കാത്ത് വേറെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ട്യൂഷൻ 11 മണി വരെ ട്യൂഷൻ എടുത്ത് ആ വേർത്ത ഡ്രസ്സാലെ എന്നിട്ടാണ് ഒരു തുള്ളി ആഹാരമെങ്കിൽ നമ്മൾ കഴിക്കുന്നത്.
എന്നിട്ട് ആ കുട്ടികളെ നമ്മളെന്താ പറഞ്ഞു കൊടുക്കാമെന്നറിയാമോ? നിങ്ങൾ പഠിക്കണം, കണ്ടില്ലേ അവർ സമയമില്ല, പഠിക്കാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയൊന്നല്ല, കണ്ടില്ലേ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷൻ സെൻറ്ററുകളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ഗ്രൗണ്ടിലും പോകുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറിലേ എനിക്കുള്ളൂ, നമ്മളൊരു ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്കൊരു ജോലി കിട്ടൂ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ട്യൂഷൻ കുട്ടികളെ കുഞ്ഞു മക്കളാണ്, +2 വരെയൊക്കെയുള്ള 17 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്, അവരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നുമില്ലാതെ ഒഴിഞ്ഞ കൈയും മനസ്സുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ ഈ തലമുറ എന്നോട് തിരിച്ചു ചോദിക്കും, ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞതെന്നുള്ളത്. അത് ഞങ്ങളെ മാത്രം പ്രശ്നമല്ല, ഇനി വരുന്ന ചെറിയ മക്കൾ അവരെ വിശ്വാസമാണ് പോകുന്നത്. പഠിച്ചിട്ട് ഇനി കാര്യമുണ്ടോ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങളാരും വേറൊരു മോശം കാര്യത്തിനും പോയിട്ടില്ല. സമൂഹത്തിനെതിരായിട്ടുള്ള അക്രമങ്ങളിലോ അല്ലെങ്കിൽ സദാചാര ലംഘന പ്രവർത്തനങ്ങളിലോ ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. ഗവൺമെൻറ്റായി കാലാകാലങ്ങളായി നടത്തി വരുന്ന എക്സാമിന് വേണ്ടി പഠിച്ച് മാന്യമായ രീതിയിൽ തന്നെ പഠിച്ച് യാതൊരു കറപ്ഷനും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പഠിച്ച് പലരും സ്വന്തമായി സൈഡ് ബിസിനസ്സായിട്ട് അങ്ങനെ പല ട്യൂഷനോ അല്ലെങ്കിൽ കാറ്ററിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് പോകാനുള്ള പൈസയും ബുക്ക് വാങ്ങാനുള്ള പൈസയും ഈ ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ അഡീഷണൽ വേണം. വീട്ടുകാരെ ചോദിക്കാൻ പലർക്കും ഞങ്ങൾക്ക് കുറച്ച് വയസ്സായില്ലേ, 22 വയസ്സ് കഴിഞ്ഞ കുട്ടികളല്ലേ, അപ്പോൾ നമ്മൾ അതിന് വേണ്ട പൈസ നമ്മൾ തന്നെ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ഈ അഡീഷണൽ ഫുഡൊക്കെ വാങ്ങിക്കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പിണറായി വിജയൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണ് തൻ്റെ സർക്കാർ എന്ന് അദ്ദേഹം വാദിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോടൊരു അപേക്ഷയുണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ ഈ പെൺമക്കളുടെ ഈ സങ്കടം കാണാൻ ഇനിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ അവർ പറയുന്നത് പോലെ അവരുടെ നേരെ കണ്ണു തുറക്കാൻ ഈ സർക്കാർ തയ്യാറാകണം. കാരണം സ്ത്രീയുടെ കണ്ണീരിന് അത്രമാത്രം ശക്തിയുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ സദാചാര ലംഘനമോ മറ്റ് അക്രമങ്ങളോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്തവരല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിതത്തിനൊരു വരുമാനം കണ്ടെത്താൻ മുന്നിട്ടിറങ്ങിയവരാണ്. അവരെ കൈവെടിയരുത് എന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്.